തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ ഗിരിവലം എന്ന് പറയുന്നത് ഏറ്റവും ഫേമസ് ആണ്. അരുണാചല പർവ്വതത്തിന് ചുറ്റും ഭക്തർ നടത്തുന്ന പുണ്യ തീർത്ഥാടനമാണ് ഗിരിവലം. ഭഗവാൻ ശിവൻ മലയുടെ രൂപത്തിൽ കുടികൊള്ളുന്നു എന്നതാണ് ഭക്തരുടെ വിശ്വാസം. ഏകദേശം 14 കിലോമീറ്റർ ദൂരമാണ് കുന്നിന് ചുറ്റുമുള്ള ഈ പാത. എപ്പോഴും പൗർണമി രാത്രികളിലും ആണ് ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്നത്. ഇന്നലെ മാർച്ച് 3 ഞാൻ പോയത്. അവിടെ അഷ്ടലിംഗങ്ങളുണ്ട്. ഗിരിവല പാതയിൽ 8 പ്രധാന ലിംഗങ്ങളാണുള്ളത്. ഇന്ദ്രലിംഗം, അഗ്നിലിംഗം, യമലിംഗം, നിറുതിലിംഗം, വരുണലിംഗം, വായുലിംഗം, കുബേരലിംഗം, ഈശാൻലിംഗം. സാധാരണ അണ്ണാമലയാർ ക്ഷേത്രത്തിലെ രാജഗോപുരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈശാൻലിംഗത്തിലാണ് അവസാനിക്കുന്നത്. ഗിരിവലം ഏത് ദിവസം നടത്താമെങ്കിലും അതിന് ചില പ്രത്യേക ദിവസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതിലൊന്നാണ് പൗർണമി. ഇന്നലെ മാർച്ച് 3 പൗർണമി ദിനത്തിലാണ് ഞാൻ പോയത്. അപ്പോൾ ഈ സമയത്ത് കുന്നിന് ചുറ്റും പ്രത്യേകമായ ആത്മീയ ഊർജ്ജം ഉണ്ടെന്നും പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ഫലം ലഭിക്കുമെന്നും ഭക്തർക്കൊരു വിശ്വാസമുണ്ട്. കൂടാതെ മലയിലെ ഔഷധ സസ്യങ്ങളുടെ സുഗന്ധം ഈ സമയത്ത് അന്തരീക്ഷത്തിൽ വ്യാപിച്ചിരിക്കുന്നു. അവിടെ ഇതൊരു കാടായതുകൊണ്ട് തന്നെ അവിടെ മാനുകളെയും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ കാർത്തിക ദീപം, മഹാശിവരാത്രി, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സാണ്. അവിടെ അർദ്ധനാരീശ്വര ക്ഷേത്രമുണ്ട്. അതുപോലെ ഗിരിവലത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് പാപമോചനം, മനഃശാന്തി. ഈ 14 കിലോമീറ്റർ നീളമുള്ള ഈ ഇതിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ആ യാത്ര നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും, നമ്മുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കും. അതുപോലെ ആരോഗ്യം എന്ന് പറയുന്നത് ചപ്പില്ലാതെയാണ് നമ്മളെല്ലാവരും നടക്കുന്നത്. അപ്പോൾ ആ മലയിലെ ശുദ്ധവായു ശ്വസിക്കാനും ശരീരത്തിന് ഊർജ്ജവും ആരോഗ്യവും നൽകാനും ഇതൊക്കെ സഹായിക്കുന്നുണ്ട്. അഷ്ടലിംഗ ദർശനം 8 ലിംഗങ്ങൾ ദർശിക്കും ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാനും ആഗ്രഹ പൂർത്തീകരണത്തിന് സഹായിക്കുന്നു എന്നും കരുതപ്പെടുന്നു. അതുപോലെ നമ്മൾ ഒരിക്കൽ പോയാൽ വീണ്ടും വീണ്ടും പോകണം എന്നുള്ള ഒരു പോസിറ്റിവിറ്റിയും ഈ നമ്മുടെ ഗിരിവലം അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എനിക്ക് ഫീൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്.